ഹലോ എവരി വൺ, വെൽക്കം ടു എജ്യൂപോഡ്. ഇറ്റ്സ് മീ യു നാഫി. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഓണം എക്സാം ഇല്ലേ? യെസ്, നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ചില ആളുകൾക്ക് സന്തോഷം വന്നിട്ടുണ്ടാവും. സന്തോഷിക്കാൻ വരട്ടെ. ഓണം എക്സാം ഇല്ല എന്നല്ല അതിനർത്ഥം, ഓണം എക്സാം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് അതിനർത്ഥം കേട്ടോ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. അതായത് വിദ്യാഭ്യാസ വകുപ്പ് ഒരു കമ്മീഷൻ നിയമിച്ചിരുന്നു. അതായത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത കൂട്ടത്തിൽ അവർ പറഞ്ഞ കാര്യം, ഇനി മുതൽ ഒരു ക്ലാസ്സിൽ 3 എക്സാം നടത്തേണ്ട ആവശ്യമില്ല. പൊതുവെ നടക്കുന്ന എക്സാമുകൾ ഇതൊക്കെ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാം ആണ്. ഇനി അത് നടത്തേണ്ട ആവശ്യമില്ല. പകരം 2 എക്സാമുകൾ മതി. ഈ 2 എക്സാം ആക്കുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ ഓണം എക്സാമും ക്രിസ്മസ് എക്സാം ഒക്കെ നടത്തുമ്പോൾ അതിനിടയിൽ 10ഓളം ദിവസങ്ങൾ വെറുതെ നഷ്ടമായി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇനി മുതൽ 2 എക്സാം, അതായത് നിങ്ങൾക്ക് ഇനി ഓണം വെക്കേഷൻ അല്ലെങ്കിൽ ഓണത്തിൻ്റെ സമയത്ത് ഒരു പരീക്ഷ ഉണ്ടാവില്ല. പകരം ഒക്ടോബർ മാസങ്ങളിൽ ഒരു അർദ്ധവാർഷിക പരീക്ഷയും മാർച്ചിൽ നിങ്ങളുടെ കൊല്ല പരീക്ഷയുമാണ് ഉണ്ടാവുക. പക്ഷേ ഇതൊരു റെക്കമെൻഡേഷൻ മാത്രമാണ്. ഇത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചാൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, നിങ്ങളുടെ ഓണപ്പരീക്ഷ ഒഴിവാക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു സജഷൻ കൊടുത്തതാണ്, റെക്കമെൻഡേഷൻ കൊടുത്തതാണ്. ഈ റെക്കമെൻഡേഷൻ എന്ത് ചെയ്യണം, വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിയമമായിട്ട് വരുള്ളൂ. അപ്പോൾ ഓണപ്പരീക്ഷ ഒഴിവാക്കി നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ റിപ്പോർട്ട് തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഓരോ മാസവും എല്ലാ ക്ലാസ്സുകളിലും വിദ്യാർത്ഥിയുടെ ഗുണനിലവാരം അളക്കാൻ ക്ലാസ് ടെസ്റ്റ് കൂടി നടത്തുന്നത്. അപ്പോൾ ഈ ഒരു അറിയിപ്പ് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ എന്താണ്, ഓണപ്പരീക്ഷ ഒഴിവാക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. പകരം ഒരു കൊല്ലത്തിൽ 2 പരീക്ഷ ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എല്ലാ മാസവും നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്ലാസ് ടെസ്റ്റും അതത് ടീച്ചേഴ്സ് നടത്തുന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓണപ്പരീക്ഷ ഒഴിവാവുള്ളൂ, കൊല്ലത്ത് 2 പരീക്ഷ വരുള്ളൂ, അതേപോലെ മാസം നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റും വരുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാന്ന്. എന്തായാലും ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓണപ്പരീക്ഷ ഒഴിവാക്കി നല്ലതാണോ ചീത്തതാണോ എന്നുള്ളൊരു കാര്യം കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഓണപ്പരീക്ഷ ഒഴിവാക്കുമോ ഇല്ലയോ എന്ന്.